എല്ലാവർക്കും നമസ്കാരം. ഷൈനി എന്ന സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് ഉത്തരവാദി എന്ന് സംശയിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ഒരു വൈദികനും ഇതിനകത്ത് തുല്യ പങ്കുണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വൈദികൻ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സൂചന. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴല്ല വന്നത്. അദ്ദേഹം ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ജനവികാരം എതിരായി എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്. അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിവേ, എന്തായാലും ഇവർ കരുതി ഈ ഒരു മരണം എല്ലാ മരണങ്ങളെയും പോലെ അങ്ങനെ തേഞ്ഞു മാഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല, ആരും ഇതിനെതിരെ പ്രതികരിക്കത്തില്ല എന്നാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ ഇവരുടെ കണക്കുകൂട്ടലുകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇവർ ജ്ഞാനായ സമുദായത്തിലുള്ളവർ തന്നെ, അതായത് നമ്മൾക്കറിയാം ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഇടവകയിലുള്ളവരും അവരുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഇടവകയിലുള്ളവരും അടക്കമുള്ള ജനങ്ങൾ ഇതിന് എതിരെ അങ്ങ് വളരെ ശക്തമായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞു. അത് അവരെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. ബാക്കി പൊതുവികാരങ്ങളെ കഴിഞ്ഞും അപ്പുറം സ്വന്തം സമുദായത്തിലുള്ളവർ തന്നെ എതിരായി എന്നുള്ളത് ഇവർക്കൊരു വലിയ അടിയായിരിക്കുകയാണ്. കാരണം അവർ കൈകാര്യം ചെയ്യും, അതായത് ആ ചുങ്കം ഇടവകയിലുള്ളവരും അതായത് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീടിൻ്റെ ഇടവകയിലുള്ളവരും ഇവരെ കൈകാര്യം ചെയ്യുവാൻ തന്നെ ഏത് പോലീസ് ഉണ്ടെങ്കിലും അവരെ കൈകാര്യം ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഈ ഷൈനിയുടെ ഭർത്താവും അവരുടെ കുടുംബക്കാരും ആ ശവസംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കുവാൻ പള്ളിയിലോട്ട് വരാതെ അവർ പാത്തിരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇതേ വികാരം കണക്കിലെടുത്ത് തന്നെയാണ് വികാരിയും ഒളിവിലായിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് സൂചന. ഇനി ആ വികാരി എവിടെയാണ് ഒളിവിലായിരിക്കുന്നത് എന്നറിഞ്ഞുകൂടാ. അരമനകളിലാണോ അതെയോ ഇനി ഏതെങ്കിലും വെള്ള തേച്ച ശവക്കല്ലറകളുടെ വീടിൻ്റെ അകത്താണോ എന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ കുറേ കതറിട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഇതിൻ്റെ പിന്നിലുണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആണോ എന്നും നമ്മൾക്കറിഞ്ഞുകൂടാ. എവിടെയോ ഈ പുള്ളി പതുങ്ങിയിരിപ്പുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ പുള്ളിക്ക് ഇനി അങ്ങോട്ട് തിരിച്ചു പോകുവാൻ പുള്ളിക്ക് കഴിയുമോ എന്ന് പറഞ്ഞുകൂടെ ഓസ്ട്രേലിയയിലേക്ക്. കാരണം അവിടെയും നമ്മൾക്കറിയാം വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് പോകുവാൻ കഴിയുമോ എന്നുള്ളതും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പാതിരിയോട് എനിക്ക് പറയാനുള്ളത്, ഒടുവിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായി മുൻപോട്ട് വരൂ. കാരണം ഇത്രയും ക്രൂരതയൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾ ആ കുപ്പായമൊക്കെ ഊരിയിട്ട് നിങ്ങൾ ആ വക്കീലിൻ്റെ കോട്ട് എടുത്തിട്ടണിയൂ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ വേഷമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ നോബി എന്ന് പറയുന്ന ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അതിനകത്ത് എത്രത്തോളം അത് മുൻപോട്ട് പോകുമെന്നുള്ളതൊന്നും നമ്മൾക്ക് പറയുവാൻ പറ്റത്തില്ല. കാരണം ഈ കോടതികളിൽ കേസ് എത്തിക്കഴിയുമ്പോഴത്തേക്കും, ഇനി ഈ വൈദികനെ അറസ്റ്റ് ചെയ്താൽ പോലും അത് കോടതികളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അവർ തേടുന്നത് എപ്പോഴും ജനവികാരമല്ല. അവരെപ്പോഴും തേടുന്നത് തെളിവുകളാണ്. അപ്പോൾ ഈ തെളിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടല്ലേ. അതുകൊണ്ട് ഇത് എത്രത്തോളം അവർക്ക് ശിക്ഷ കിട്ടും എന്നുള്ളതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. എനിവേ, എന്തായാലും ദൈവത്തിൻ്റെ കോടതിയിൽ അതിനകത്ത് നീതി ഇവർക്ക് കിട്ടത്തില്ല. ദൈവം വേണ്ടുന്നത് ചെയ്യും എന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്കറിയാം ഈ ഷൈനിയുടെ എന്ന് പറയുന്ന സഹോദരിയുടെയും ആ കുഞ്ഞുങ്ങളുടെ മരണത്തിൻ്റെ പ്രധാന തെളിവായിരിക്കുന്ന ഈ മൊബൈൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വില്ലൻ ഈ ഷൈനിയുടെ അനിയത്തിയുടെ ഭർത്താവായ ഒരു രാഷ്ട്രീയക്കാരനുണ്ട്, ഒരു കതറുകാരനുണ്ട്. പുള്ളിയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂചന എന്ന് പറയുന്നത്. അത് പോലീസ് വീണ്ടെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്ക് കിട്ടി. ഇനി ഞാൻ സംസാരിക്കുന്നത് ഇയാൾ നമ്മൾക്കറിയാം ഇന്ന് ടെക്നോളജികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇനി അത് വീണ്ടെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അതായത് അതിൻ്റെ ഡാറ്റാസും വീണ്ടെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ പുള്ളി അത് നശിപ്പിച്ച് കളഞ്ഞു. അതിനുശേഷമാണോ ഇനി പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ മൊബൈൽ ഫോണാണ് ഇതിനകത്ത് ഏറ്റവും തെളിവായിട്ട് നിൽക്കുന്നത്. ആ തെളിവ് തന്നെ നശിപ്പിക്കപ്പെടുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ, കാരണം അതിനകത്ത് മറയ്ക്കപ്പെടേണ്ട എന്തോ ഒന്നുണ്ട്, ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ മൊബൈൽ ഫോൺ ഇയാൾ എടുത്തുകൊണ്ട് പോകത്തില്ല. ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ ശബ്ദ സന്ദേശത്തിലുള്ള എന്തോ സംതിങ് അതിനകത്തുണ്ട്. കാരണം ഇദ്ദേഹം, അതായത് ഈ അളിയൻ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളാണ് എന്താ പറയുക അവരെയുമൊക്കെ അടുപ്പിച്ച് നിർത്തുന്നത്. പിന്നെ സഭയോടുള്ള അന്ധമായ ആരാധനയുമാണ് ഇയാളെയൊക്കെ ഇങ്ങനെ ആ വീട്ടുകാരോട്, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരോട് അടുപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇദ്ദേഹം ആ സ്പോട്ടിൽ തന്നെ ആ ഫോൺ അദ്ദേഹം കൈക്കലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എനിവേ, എന്തായാലും പോലീസ് ആ ഫോൺ വീണ്ടെടുക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് വീണ്ടെടുക്കട്ടെ.
അതിനകത്ത് നിന്നുള്ള എന്താ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എന്തായാലും ഡിലീറ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റകളൊക്കെ റീസ്റ്റോർ ചെയ്യുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം. അല്ലാതെ മറ്റൊന്നും നമ്മൾക്ക് ഈ വിഷയത്തിൽ പറയുവാനായിട്ട് കഴിയില്ല. കാരണം അതാണ് ഏക ജീവിച്ചിരിക്കുന്ന തെളിവെന്ന് പറയുന്നത്. അപ്പോൾ പാതിരിയുടെ ഒളിവ് സങ്കേതത്തിൽ നിന്നും പാതിരി പുറത്ത് ചാടേണ്ടിയിരിക്കുന്നു. രണ്ടാമത് മൊബൈൽ ഇവർ എന്താ പറയുക, ഷൈനിയുടെ മൊബൈലും, അതായത് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ മൊബൈൽ ഓൾറെഡി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. ഇനി ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ മൊബൈലും ഇവരെന്ത് ചെയ്യണം, പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരുവാനായിട്ട് കഴിയത്തുള്ളൂ. എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ കേട്ടു അല്ലേ, അതായത് ഷൈനിയുടെയൊക്കെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു സംസാരം നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ അദ്ദേഹം പല കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ പോയിന്റിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഷൈനിയുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ല, ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ഷൈനി എന്തെടുത്തിരിക്കുന്നത്, 3 ലക്ഷം രൂപയോളം അവിടുന്ന് കുടുംബശ്രീന്ന് കടം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ആ പൈസ ചെലവഴിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ ആണ് എന്നുള്ളതും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അത് കുടുംബശ്രീക്കാരും അംഗീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നിട്ട് ഇവരെന്താണ് ആ പൈസ ഷൈനി അടയ്ക്കണം എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരുടെ അടുത്ത് സംസാരിക്കുകയും, കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരത് കേസായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. കേസായിട്ട് പോയാൽ നമ്മൾക്കറിയാം തീർച്ചയായിട്ടും അതിനകത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുക ഷൈനി തന്നെയാണ്. കാരണം ഷൈനി ഇവർ പറയുകയാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ അത് ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഷൈനി മാത്രമാണ് അതിനകത്ത് പ്രതിയാവുക. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്തായാലും ഷൈനിയുടെ വീട്ടുകാരെ വിളിച്ച് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഇങ്ങനെ ആ പൈസയുടെ കാര്യം എന്താ ചെയ്യുന്നത്. കാരണം കുടുംബശ്രീയിലെ ബാക്കിയുള്ളവരും ഇതിനകത്ത് ഉത്തരവാദികളായി പോകും. കാരണം അവരൊക്കെ വലിയ എന്താ പറയുക, സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരല്ല, അവരൊക്കെ സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ ഈ പൈസ അവർക്ക് തന്നെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഷൈനിയോടും ഷൈനിയുടെ കുടുംബക്കാരോടും സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കുറച്ച് ടൈം വേണം, ഞങ്ങളത് അടയ്ക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കണം, ഷൈനിയുടെ കുടുംബക്കാർ എന്ന് വെച്ചാൽ ഷൈനിയാണ് പൈസ അടച്ചിരിക്കുന്നത്. ഷൈനിയാണ് 9,000 രൂപയൊക്കെ തിരിച്ചടച്ചിരുന്നു എന്ന് വെച്ചാൽ കുറേശ്ശെയായിട്ട് അടച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ഷൈനി അവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ തുച്ഛമായ വരുമാനം പോലും എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, ഭർത്തൃ വീട്ടുകാർക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം വീട്ടുവാനാണ് ഈ സഹോദരി അത് അടച്ചിരിക്കുന്നത്, തിരിച്ചടച്ചിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഒന്നാമത് ആ പുള്ളിക്കാർത്തി സാമ്പത്തികമായി ഞെരുക്കത്തിലിരിക്കുന്ന, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ആ ഒരു നയാ പൈസ പോലും എങ്ങോട്ട് പോകണം, ഈ കുടുംബശ്രീയിൽ നിന്ന് എടുത്ത അടുത്തോട്ട് ഈ പുള്ളിക്കാർത്തി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജോലി കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്ക് കുറച്ച് നാൾ വരെ ജോലി ചെയ്തല്ലോ, ആ ജോലി കിട്ടുന്ന പൈസ പോലും എങ്ങോട്ട് പോവുകയാണ്, ഈ ഭർത്തൃ വീട്ടുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു മനസ്സൊക്കെ നമ്മൾക്കറിയാം, നമ്മൾ അതിന് മുന്നേ സംസാരിച്ച് ഭർത്തൃ വീട്ടുകാർക്ക് യാതൊരു വിധത്തിലുള്ള മനസാക്ഷ്യമുള്ളവരല്ല. ഷൈനിയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരെയും നമ്മൾ കണ്ടു. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. വേറെ ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു പോയിന്റിലോട്ടും കൂടെ ഞാനൊന്ന് വിരൽ ചൂണ്ടുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പിക്കപ്പ് വാനും വേറെ ഏതോ ഒരു വാഹനവും കൂടെ ഷൈനിയുടെ പേരിലാണ് ഷൈനിയുടെ ഹസ്ബൻഡ് വാങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇയാൾ, നമ്മൾക്കറിയാം സ്ത്രീകളുടെ പേരിൽ ലോണിന് വേണ്ടിയിട്ടൊക്കെ എടുക്കും, പക്ഷേ ഇദ്ദേഹം എന്തിനാണ് ഇത് എടുത്തിരിക്കുന്നത്? ഇദ്ദേഹം എടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, ഇയാളൊരു കുടിയനാണല്ലോ. അപ്പോൾ കുടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ആ വണ്ടി ഇടിച്ചാൽ തന്നെ അത് ആരുടെ പെടലേക്കിരിക്കും? ഷൈനിയുടെ പെടലേക്കിരിക്കും. എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ ഷൈനി ഒരു അടിമ വേല ചെയ്യുന്നു എന്ന് മാത്രമല്ല, എന്ത് വിഷയങ്ങൾ വന്നാലും കുരുക്കുവാനുള്ള വലിയൊരു കുരുക്ക് എപ്പോഴും ഷൈനിയുടെ മുകളിൽ ഇവർ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ വാഹനം രണ്ടിനകത്ത് നമ്മൾക്കറിയാം, ആ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ ഉണ്ടായാലും ആരായിരിക്കും ഉത്തരം പറയേണ്ടി വരിക? വാഹനം ആരുടെ പേരിലാണോ ഉള്ളത് ആ വ്യക്തിയാണ് ഉത്തരം പറയേണ്ടി വരിക അല്ലേ? അപ്പോൾ ഷൈനി ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ തൂങ്ങേണ്ടി വരിക. എന്ന് വെച്ചാൽ ഇയാൾ കുടിയനാണ്, ഇയാൾ കുടിച്ച് എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഷൈനി ആയിരിക്കും ഉത്തരം പറയേണ്ടി വരിക. അപ്പോൾ ഓർക്ക് ഒരു നിസ്സഹായിയായ പെണ്ണിൻ്റെ തലയിലേക്കും ഇവർ എന്തെല്ലാം കുരുക്കുകളാണ് കൊണ്ടിട്ടത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഇനി ഞാൻ വിരൽ ചൂണ്ടുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാരിലേക്കാണ്. അവരെത്രമാത്രം ക്രൂര മൈൻഡുള്ളവരാണ്. ഇല്ല എങ്കിൽ ഈ സ്ത്രീയെ ഇങ്ങനെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അവർ ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി എടുത്താൽ ഇവരൊത്തിരി ഭക്തയായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവരൊത്തിരി പ്രാർത്ഥിച്ചിരുന്നു, കൃപാസനം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു,
ഒത്തിരി അടുത്ത് ഈ പുള്ളിക്കാരത്തി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ചില കമൻറ്റുകളൊക്കെ കണ്ടു, അവരുടെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു, അവർക്ക് നിരാശ കയറി. അത് സത്യമാണ്. പക്ഷേ അവർക്ക് ദൈവവിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം തലേ ദിവസം വരെ ഇവരെങ്ങോട്ടാണ് പോയത്? ഇവർ ആ ചർച്ചിൽ പോയിരുന്നു, ഇവർ പ്രാർത്ഥിച്ചിരുന്നു, തിരികത്തിച്ചിരുന്നു, റൂമിനകത്ത് പ്രാർത്ഥിച്ചിരുന്നു, സകല വിധത്തിലും ഇവർക്ക് അറിയാവുന്ന വിധത്തിലൊക്കെ ഇവർ പ്രാർത്ഥിച്ചിരുന്നു. അവിടെയൊന്നും ഇവർക്ക് എന്ത് കിട്ടിയില്ല? നീതി കിട്ടിയില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇവരാരോടാണ് പ്രാർത്ഥിച്ചത്? ഇവർ മാതാവിനോടാണ് പ്രാർത്ഥിച്ചത്. അവിടെ മാതാവ് ഇവർക്ക് വേണ്ടി കണ്ണ് തുറന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ഈ ആത്മീയ മേഖലകളിൽ ഇരിക്കുന്നവരാണ്, ആത്മീയത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്, ഒരിക്കലും ഇവർ ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫിലേക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫിലേക്ക് ഇവരാരും ഒരിക്കലും വിരൽ ചൂണ്ടാറില്ല. കാരണം ഇവരെപ്പോഴും ഇവർക്ക് അനുകൂലമായിട്ട്, അതായത് ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ ഇവർക്ക് അനുകൂലമായിട്ട് ജനത്തിൻ്റെ മനസ്സിനെ തിരിക്കുവാനുള്ള പ്രസംഗങ്ങളും ഒക്കെയാണ് മിക്കയിടത്തും നടക്കുന്നത്. അത് കത്തോലിക്കിൽ മാത്രമല്ല, പെന്തക്കോസ്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ പഠിപ്പിക്കുന്നത് എന്താണ്? ഇവരുടെ പ്രസ്ഥാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിനെതിരെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകപ്പാടെ പ്രശ്നമാണ്, നിങ്ങളങ്ങനെ ആകപ്പാടെ ശാപത്തിൻ്റെ കീഴിലാകും എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ കുഞ്ഞാടുകളെ ഇങ്ങനെ ഒരു തരത്തിലും ഇവർ പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ പ്രതികരണ ശേഷി വരെ ഇവരെന്ത് ചെയ്തിരിക്കുകയാണ്? അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതിനവർ മേമ്പൊടിയായിട്ട് വചനം എടുക്കും. ഏത് വചനമാണെന്നറിയാവോ? എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടു പോകരുതെന്ന് സങ്കീർത്തനത്തിലൊരു വചനം കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ വചനം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അന്നത്തെ ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരെ വീണ്ടെടുക്കുവാൻ, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ഇസ്രായേൽ ജനത്തിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവം എന്തയച്ചു? ദൈവം പ്രവാചകന്മാരെ അവർക്ക് വേണ്ടി അയച്ചു. അപ്പോൾ ആ പ്രവാചകന്മാരെയൊക്കെ ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ഇസ്രായേൽ മക്കൾ ആ പ്രവാചകന്മാരെയൊക്കെ കൊല്ലുകയും അവരെയൊക്കെ വേദനിപ്പിക്കുകയും അവരെയൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവരെ മുറിപ്പെടുത്തി വിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ ഇസ്രായേൽ ജനത്തിനെ മിസ്രയീമിൽ നിന്ന് വഴി നടത്തുവാൻ വേണ്ടിയിട്ട്, അവരെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മോശ എന്ന പ്രവാചകൻ്റെ നേതൃത്വത്തിലാണ് യാത്ര പുറപ്പെട്ടതല്ലേ. അപ്പോൾ ഈ മോശയ്ക്കെതിരെയും ഇവർ പിറുപിറുത്തു. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ നിന്നുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത് എന്ന് വെച്ചാൽ ഇന്നും അത് ആപ്ലിക്കബിളാണ്. എവിടെയാണ്? എൻ്റെ അഭിഷിക്തന്മാരെ, അതായത് ദൈവത്തിൻ്റെ അഭിഷേകം ചുമക്കുന്നവർ. അല്ലാതെ ഇന്ന് കുറേ ലോഹ ഇട്ടതുകൊണ്ടോ പാസ്റ്ററാന്ന് പറഞ്ഞതുകൊണ്ടോ ബ്രദറാന്ന് പറഞ്ഞതുകൊണ്ടോ മെത്രാനാന്ന് പറഞ്ഞതുകൊണ്ടോ അവരെ എല്ലാം ഈ ഗണത്തിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ അഭിഷേകം പേറുന്നവർ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇടപ്പെട്ടിരിക്കുന്നവർ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇവർ ജീവിക്കുന്ന ഇവർക്കെതിരെ നമ്മൾ ചെയ്യാത്ത തെറ്റ് ഇവരുടെ മേൽ ആരോപിക്കപ്പെടുകയോ അവരെ നമ്മൾ അനാവശ്യമായി ക്രൂശിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വില കൊടുക്കേണ്ടി വരും. അത് അവരുടെ കാര്യത്തിൽ മാത്രമാണോ? അല്ല. ഓരോ നീതിമാന്റെ രക്തത്തിനും എന്തുണ്ട്? ദൈവം പ്രതികാരം ചെയ്തിരിക്കും, ദൈവം അതിന് കണക്ക് ചോദിച്ചിരിക്കും എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതായത് നിരപരാധികളായിരിക്കുന്ന ആരെയും നമ്മൾ ക്രൂശിക്കാൻ പാടില്ല. അങ്ങനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഇതര സമുദായത്തിലുള്ളവരെയും ഒക്കെ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് നിരപരാധികളെ നമ്മൾ അനാവശ്യമായി ക്രൂശിച്ചു കഴിഞ്ഞാൽ അവരുടെ രക്തത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കണ്ണുനീരിന് വേണ്ടി വില കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ വില ചോദിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് എല്ലാവരും പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ വചനം അങ്ങ് അടിച്ചു കയറ്റി ഈ ജനസമൂഹത്തെ ഒരു വക പ്രതികരണശേഷി ഇല്ലാത്തവരാക്കി മാറ്റുകയാണ്. ഒന്ന്. രണ്ടാമത്, സത്യത്തിലേക്ക് ഇവരെ വിരൽ ചൂണ്ടുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിൾ വായിക്കാതെ അതിന് പുറത്തുള്ള കാര്യങ്ങൾ, കുറേ വൈകാരികമായ പ്രസംഗങ്ങൾ കൊണ്ടോ വൈകാരികമായ കുറേ കാട്ടിക്കൂട്ടലുകളോ കൊണ്ടോ ഒന്നും ഒരു വ്യക്തി എങ്ങോട്ടെത്തുന്നില്ല. ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരാശ മാറിപ്പോകണമെങ്കിൽ, ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് ഒരു നേരായ പാത തിരഞ്ഞെടുക്കണമെങ്കിൽ അവരിൽ എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടാകണം. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. വഴിയും സത്യവും ജീവനും ആരാണ്? ഞാനാകുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വഴിയിലൂടെ, ആ സത്യത്തിലൂടെ നടന്നാൽ മാത്രമേ നമ്മൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഒരു നേരായ പാതയിലൂടെ നമ്മൾക്ക് നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് പലപ്പോഴും അങ്ങനെയല്ല. വേറെ എന്തൊക്കെയോ പഠിപ്പീരുകൾ പഠിപ്പിച്ചു വെച്ചിട്ട് ജനമാകപ്പാടെ ഇങ്ങനെ ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുവാനായിട്ട് നമ്മൾക്ക് പറ്റത്തില്ല. ഇനി വേറെയുമുണ്ട് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ? മനുഷ്യത്വം പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാർ ഇത്രയും ക്രൂരത കാണിക്കുമോ? അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിട്ടും കൂടെ അവരെ എന്താണ് ഇത്രയും ക്രൂരതയോടെ പെരുമാറിയിരിക്കുന്നത്? ഒരു പാവ
പാവപ്പെട്ട സ്ത്രീയുടെ കണ്ണുനീർ അവിടെ വീണു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി എടുത്ത പൈസ പോലും ആ പാവപ്പെട്ട നിരാലംബയായ സ്ത്രീയുടെ തലയിലേക്ക് അവർ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നതും? ഇവരൊക്കെ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? ഇവരുടെ ഇടവകകളിൽ നിന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നതും? ഇവർക്ക് ദൈവഭയം ഇല്ലാതെ പോയത് കൊണ്ടല്ലേ ഇവരിങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്? ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യത്തിലേക്ക് നമ്മൾ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ കുറിച്ചുള്ള ഭയമല്ല നമ്മളുടെ ഉള്ളിൽ വേണ്ടുന്നത്. പിന്നെ എന്താണ് നമ്മളുടെ ഉള്ളിൽ വേണ്ടത്? ദൈവഭയമാണ് നമ്മളുടെ ഉള്ളിൽ വേണ്ടുന്നത്. ദൈവഭയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെയുള്ള എന്താ പറയുക വൃത്തികെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കത്തുള്ളൂ. അല്ലാതെ സഭാ നേതാക്കന്മാരെയോ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെയോ ഭയപ്പെട്ടതുകൊണ്ട് നമ്മളുടെ ജീവിതം ഒരു നല്ല നിലയിലേക്ക് എത്തപ്പെടത്തില്ല. നമ്മളുടെ ജീവിതം ഒരു നല്ല നിലയിലേക്ക് എത്തപ്പെടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു ദൈവഭയം നമ്മളുടെ ഉള്ളിൽ വരണം. തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സ് പോകാതെ വിധത്തിൽ നമ്മളെ പിടിച്ചു നിർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡൻസ് ചെയ്യണം. രണ്ടാമത് എന്താണ്? ദൈവഭയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇന്ന് എനിക്ക് തോന്നുന്നു പലരിലും അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ക്രൂരതയോടെ നമ്മൾക്ക് പെരുമാറുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുവാൻ കഴിയത്തില്ല. എന്തായാലും അരയും തലയും മുറുക്കി എന്തായാലും ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാർ രംഗത്തിറങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം പാതിരി എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. തക്ക സമയത്ത് പുള്ളി എന്താണ് വെളിച്ചത്തോട്ട് വരും. കാരണം കോടതിയിൽ അനിയനെ രക്ഷിച്ചെടുക്കുവാൻ പുള്ളി എന്തായാലും ഇറങ്ങും. കാരണം പുള്ളിക്കെതിരെ കേസെടുക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം അതിന് തെളിവുകളില്ലല്ലോ. കാരണം ഓരോരുത്തരുടെയും പറച്ചിലുകളാണ്. ആ പറച്ചിലുകളിൽ പോലും ഇവർക്ക് എന്താണ് കോടതികളിൽ അതിനെ ഖണ്ഡിക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ പോയിന്റുകളൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആ പോയിന്റും കൂടെ ഇനി അഥവാ അവരുടെ മനസ്സിലോട്ട് ആ പോയിന്റുകൾ പോയില്ല എങ്കിൽ ആ പോയിന്റുകൾ ഞാൻ പറഞ്ഞെടുത്തിട്ട് ഇനി അതിൽ കയറി ഇവർ കടിച്ചു തൂങ്ങണ്ട. അതുകൊണ്ട് ഇവർ പല ആൾക്കാരുടെ സംസാരങ്ങളിൽ പോലും ഇവർക്ക് അനുകൂലമായ പോയിന്റുകൾ വന്ന് വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇയാളെ പാതിരി എന്തായാലും നിയമത്തിന് മുൻപിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നാൽ തന്നെ അരയും തലയും മുറുക്കി എല്ലാവരും അവരെ രക്ഷിച്ചിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആരൊക്കെ രക്ഷിച്ചാലും ആര് കണ്ണടച്ചാലും ഏത് നീതിപീഠം കനിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പ് കിട്ടത്തില്ല. ഇനി മാപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ അത്രമേൽ മാനസാന്തരപ്പെട്ട് പ്രായശ്ചിത്തം ചെയ്താൽ മാത്രം ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പെട്ട കാര്യമാണ്. എന്തായാലും പാതിരി ഉണ്ട്, പാതിരി പാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം സംശയമില്ല. ഇനി ആ ഫോൺ അളിയൻ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പോലീസ് അയാളുടെ അടുത്തുനിന്ന് മേടിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അത് മേടിച്ചിരിക്കണമല്ലോ, എന്നാലേ അതിനകത്തുനിന്ന് തെളിവ് കിട്ടത്തുള്ളൂ. എനിവേ ഒരിക്കൽ കൂടെ നമ്മൾക്ക് ഓർക്കാം, ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾക്കത് തുടർന്നുകൊണ്ടേയിരിക്കാം. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.